Welcome back to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the second lecture of Introduction to Information Technology, topic Importance of IT. In this modern day and age, information technology plays a big role. Information technology has become significant to the process of economic development. Information technology now provides the most efficient and cost effective ways of exchanging information and transacting business. First one, business. Using computers and software, businesses use information technology to ensure that their departments run smoothly. They use information technology in a number of different departments including human resources, finance, manufacturing and security. IT has now become an integral part of every business. Modern business organizations information technology for managing, processing, storing and presenting the data efficiently and speedily. ബിസിനസ് ഓർഗനൈസേഷൻസിലെല്ലാം കമ്പ്യൂട്ടേഴ്സും സോഫ്റ്റ്വെയറും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവരുടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്കിംഗ് സ്മൂത്ത്ലി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഈ IT യൂസ് ചെയ്യുന്നു. അതായത് ഹ്യൂമൻ റിസോഴ്സിലായിക്കോട്ടെ, ഫിനാൻസിൽ, മാനുഫാക്ചറിങ്ങിൽ, മാർക്കറ്റിംഗ്, ഇതുപോലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും. സെക്കൻഡ് വൺ, എഡ്യൂക്കേഷൻ. Using technology, teachers can prepare their students for a future flooded with gadgets including tablets, mobile phones, computers, and so much more. Information technology is helping to prevent more high school and college dropouts as well. IT plays a key role in education. The students of today are the leaders, inventors, teachers, and businessmen of tomorrow. Many educational institutions now offer online classes that can be accessed on computers or laptops, tablets, and even mobile phones. IT also plays a major role in the fields of finance, healthcare, security, etc. നമുക്കറിയാം, എഡ്യൂക്കേഷൻ ഫീൽഡിൽ IT ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിനായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനും ഈ IT ഫീൽഡ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിലാണ് IT ഹെൽപ്പ് ചെയ്യുന്നത്. തേർഡ് വൺ, ഫിനാൻസ്. വിത്തൗട്ട് ഇൻഫർമേഷൻ ടെക്നോളജി, ഓൺലൈൻ പർച്ചേസസ് വുഡ് ബി ഇമ്പോസിബിൾ ആൻഡ് ഇറ്റ് വുഡ് ബി ഇമ്പോസിബിൾ ഫോർ ബാങ്ക്സ് ടു കീപ് ദീസ് പർച്ചേസസ് സെക്യൂർ. Information technology has also made it faster and easier than ever to send or receive money. നമുക്കറിയാം, ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലയെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസസ് ഒരിക്കലും പോസിബിൾ ആവത്തില്ല. അതുപോലെ തന്നെ ബാങ്ക്സിലെ ട്രാൻസാക്ഷൻസും എല്ലാം നടക്കണമെങ്കിൽ IT ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ചെയ്യണമെങ്കിൽ, അതായത് ബാങ്കിലെ കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ടും ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ITയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മണി റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും IT ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഹെൽത്ത് കെയർ. Improvements in information technology have allowed for great reform in healthcare. Most medical officers can now send and receive digital medical information from doctors in the past. Changes like this allow costs to be lowered and increase the amount of time doctors can spend on patients compared to paperwork. നമുക്കറിയാം, മെഡിക്കൽ ഫീൽഡിലും ITൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളമാണെന്നുള്ളത് നമുക്കറിയാം. ഹെൽത്ത് കെയറിലായിക്കോട്ടെ, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിരുന്നു. മെഡിക്കൽ ഓഫീസേഴ്സിന് മെഡിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം ഡിജിറ്റലായിട്ട് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്നു. ഡോക്ടേഴ്സിന് ഒരു പേഷ്യൻറ്റിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ ഈ മെഡിക്കൽ ഓഫീസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നു. ഇതുമൂലം ഡോക്ടേഴ്സിന് ഒത്തിരി ടൈം കിട്ടുന്നു പേഷ്യൻസിനെ നോക്കാനും. അതുപോലെ തന്നെ അവരുടെ പേപ്പർ വർക്കുകളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അവർ നിശ്ചയിക്കുന്നതിലധികം പേഷ്യൻസിനെ അവർക്ക് നോക്കാനും ഒരു പേഷ്യൻ്റെ അടുത്ത് കുറേ ടൈം തന്നെ സ്പെൻഡ് ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ ഹെൽത്ത് കെയറിൽ ITയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് സെക്യൂരിറ്റി. വിത്ത് സോ മെനി ട്രാൻസാക്ഷൻസ് ഡൺ ഓൺലൈൻ ആൻഡ് സോ മച്ച് ഇൻഫർമേഷൻ അവൈലബിൾ ഓൺലൈൻ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് all of that safe. Information technology make it possible for your online data to stay secure
until accessed by the proper channels. Using passwords and encryption, information technology hides your personal data. It accessed is by companies who have permission from you. ബാങ്കിങ് ഫീൽഡിലെല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻസിലൊക്കെ എന്താണ് ഒരുപാട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പാസ്വേഡ്സ് വഴിയും അതുപോലെ തന്നെ എൻക്രിപ്ഷൻ വഴിയും നമ്മളുടെ പേഴ്സണൽ ഡേറ്റ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ആ എക്സാക്റ്റ് യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതുപോലുള്ള ഡേറ്റാസൊക്കെ നമുക്ക് ഗ്യാദർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് എന്താണ് എൻക്രിപ്ഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ പാസ്വേഡ് മെത്തേഡ്സ്, ഒത്തൻറ്റിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ ഡേറ്റയിൽ നിന്നും വേറൊരു കോഡോട് കൂടിയിട്ട് ആകെ സൂക്ഷിക്കുന്നതിനെ പറയുന്ന പേരാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ എൻക്രിപ്ഷൻ ഡേറ്റാസ് ഒന്നും ആർക്കും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അതിനെ ഡിക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ എടുക്കുന്നത്. Next one, communication. With improvements in information technology, globalization has increased. The world is brought closer and the world's economy is quickly becoming a single interdependent system. Information can be shared quickly and easily from all over the globe, and barriers of linguistic and geographic boundaries can be turned down as people share ideas and information with each other. നമ്മൾ നേരത്തെ ഐ.ടിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞതിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു, ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞായിരുന്നു. എന്താണ്, ഒരിക്കലും ഈ ഐ.ടി മുഖേന നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിനൊരു ബാരിയർ ഒരിക്കലും ഇല്ല. ഈ ഇൻഫർമേഷൻസ് നമുക്ക് വളരെ ക്വിക്കായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ലിംഗ്വിസ്റ്റിക്കോ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസോ ഒന്നും ഇതിന് കാരണമാവുന്നില്ല. ലിംഗ്വിസ്റ്റിക് മീൻസ് ഒരു ലാംഗ്വേജ് ബാരിയേഴ്സോ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസോ ഒന്നും കൂടാതെ തന്നെ എവിടേക്ക് വേണമെങ്കിലും എന്താണ് നമ്മുടെ ഈ ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഫർമേഷൻ ക്യാൻ ബി ഷെയർഡ് ക്വിക്ക്ലി ആൻഡ് ഈസിലി ഫ്രം ഓൾ ഓവർ ദ ഗ്ലോബ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് ആൻഡ് ജോഗ്രഫിക് ബൗണ്ടറീസ് ക്യാൻ ബി ടേൺ ഡൗൺ ആസ് പീപ്പിൾ ഷെയർ ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻസ് വിത്ത് ഈച്ച് അതർ. Next one is employment. Information technology has also created new jobs. Programmers, system analysts, hardware and software developers, and web designers all owe their jobs to information technology. Without such advances, these jobs would not exist. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇൻഫർമേഷൻ ടെക്നോളജി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നെന്ന് നേരത്തെയും പറഞ്ഞായിരുന്നു. പ്രോഗ്രാമേഴ്സ്, സിസ്റ്റം അനലൈസേഴ്സ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ടെസ്റ്റർ, വെബ് ഡിസൈനർ, ഇതുപോലുള്ള ധാരാളം ജോബ്സ് എന്ത് ചെയ്യുന്നു, ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Apart from corporate and business use, information technology plays a major role in the personal life of millions of people. People can now connect to millions of other people, their friends, relatives, and family members in just a matter of few minutes. All this has been made possible by the amazing features IT. So these are the main importance of information technology. So today's assignment question is, what are the importance of IT?